പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു ക്ലിയർ ഹണിയാണ്. ഒരു ഹണിയുടെ എക്സ്പയറി എന്ന് പറയുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം വരെയാണ്. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ തേനുണ്ടെങ്കിൽ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് മൂടി വെക്കാം. ഒരാഴ്ച അങ്ങനെ കീപ്പ് ചെയ്യാം. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പ്രൈറ്റിൻ്റെ കുപ്പിയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് വരില്ലേ, അങ്ങനെ ഗ്യാസ് വരും, ചെറിയൊരു പത പൊന്തി വരും, അതേപോലെ ഒരു പുളിപ്പ് രസം വരും. അങ്ങനെയാണെങ്കിൽ ആ തേന് ഫെർമെൻറ്റഡ് ആയി എന്നാണ് അർത്ഥം. ആ തേൻ എന്താക്കരുത്, നമ്മൾ ഉപയോഗിക്കരുത്, ഉള്ളിലോട്ട് കഴിക്കരുത്. പുറമെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് എന്താക്കാം, എടുക്കാം. ഉള്ളിലോട്ട് കഴിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഉള്ളിലോട്ട് കയറാം. ലാസ്റ്റാണ് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ പലതരത്തിലുള്ള തേനീച്ച കൂടുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതിനുള്ളിലൊക്കെ ആയിട്ട് 3 തരത്തിലുള്ള ബീസുകളാണ് ഉള്ളത്. മെയിൽ ബീസ്, ഫീമെയിൽ ബീസ്, ക്യൂൻ ബീ. മെയിൽ ബീസ് വെച്ചാൽ ലേസി ബീസാണ്, റാണിയായിട്ട് മേറ്റ് ചെയ്യുക, പെൺതേനീച്ചകൾ കൊണ്ടിരുന്ന ഫുഡ് കഴിക്കുക, അത് മാത്രമല്ല അവരുടെ പണി. അടുത്ത ഫീമെയിൽ ബീസ്, അവരറിയപ്പെടുന്ന തന്നെ വർക്കർ ബീസ് എന്നാണ്. ആ കൂട്ടിലുണ്ടാകുന്ന എല്ലാ ജോബുകളും ചെയ്യുന്നത് അവരായിരിക്കും. അടുത്ത ക്യൂൻ ബീ, റാണീച്ച. റാണി എന്ന് പറഞ്ഞാൽ ആകെ ആ കൂട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് വലുതാണ്. നെക്സ്റ്റ് ജനറേഷനൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവും ഈ റാണിക്കാണ് ഉള്ളത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റാണിയും ജനിക്കുമ്പോൾ തന്നെ റാണിയായിട്ടല്ല ജനിക്കുന്നത്. അതിനെ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ കൊടുത്ത് റാണിയാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇത് പിന്നെ അവരുടെ ഒരു ലൈഫ് സർക്കിളാണ്. റാണീച്ച കൂട്ടിനുള്ളിൽ വന്ന് മുട്ടയിട്ടിട്ട് പോകും. അതിലേക്ക് തേനും പൂമ്പൊടിയും വെള്ളവും മിക്സ് ചെയ്തിട്ടുള്ള ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫുഡ് ആ കൂട്ടിലെ ഫീമെയിൽ പീസ് അതിനെ കഴിക്കാൻ വെച്ചെടുക്കും. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഈച്ച സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ലൈഫ് സർക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ ഒരു തേനീച്ചക്ക് 2 വയറുകളാണുള്ളത്. ഒന്ന് അവരുടെ ഡൈജഷൻ നടക്കാനുള്ളത്, ഒന്ന് അവർക്ക് ഹണി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതും. ഒരു പൂവിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ബീ കളക്ട് ചെയ്യുന്നത് 100% മധു എന്ന് പറയുന്ന ഈ സുക്രോസ് കണ്ടന്റ് ആണ്. നമ്മൾ പഞ്ചസാരയിൽ നോക്കുകയാണെങ്കിൽ 96 ഉണ്ട്. അതെന്നറിയാം നമുക്ക് എത്ര കേടാന്നുള്ളത്. അപ്പൊ അതിനേക്കാൾ കേടുള്ളതാണ് ഒരു പൂവിൽ നിന്നൊരു ബീ കളക്ട് ചെയ്ത് അത് കഴിച്ചതിന് ശേഷം അതിന്റെ വയറിനുള്ളിൽ പോയിട്ട് അമിനോ ആസിഡ്, ഫ്രക്ടോസ്, കുറച്ച് എൻസൈമുകളൊക്കെ ആയിട്ട് കൂടി കലർന്നിട്ട് ഈ മധുവിന്റെ അളവ് അത് കുറയ്ക്കും. ആ ഒരു ബീ അത് ചുംബന രീതിയിലൂടെ അടുത്ത ബീക്ക് കൈമാറും. ആ ബീയിലും ഇതേ പ്രോസസ്സിംഗ് നടക്കും. ആ ബീ അടുത്ത ബീക്ക് കൈമാറും. അങ്ങനെ അത് കുറച്ച് ബീസിലൂടെ കടന്നു പോയിട്ട് ഈ മധുവിന്റെ അളവ് 100 എന്നുള്ളത് വെറും 5% മാത്രം ആക്കിയിട്ടാണ് അവരെ അറയ്ക്കുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെ കൊണ്ടാണ് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കും ഈ ഹണി കഴിക്കാന്ന് പറയുന്നത്. ഇത് പിന്നെ തേനീച്ചകളുടെ ഹെഡിന്റെ ഒരു സ്ട്രക്ചറാണ്. അവർക്ക് ടോട്ടൽ 5 കണ്ണുകളാണുള്ളത്. 2 കോമ്പൗണ്ട് ഐസ്, 3 സെൻസർ ഐസും. അത് മാത്രമല്ല 800-ൽ പരം ലെൻസുകളും അവർക്കുണ്ട്. ഇപ്പോൾ നമ്മളോടൊക്കെ പറയാറില്ലേ തേനീച്ചക്കൂട്ടിലേക്കൊന്ന് കല്ലെറിയരുതെന്ന്, അതേ ഒരു സെൻസറൈസ് ഉള്ളതുകൊണ്ട് അവര് സെൻസ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ലക്ഷക്കണക്കിന് രോമങ്ങൾ ഈ തേനീച്ചകൾക്കുണ്ട്. അവരുടെ കണ്ണിൽ വരെ രോമങ്ങളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് ലോകത്ത് തേനീച്ചകൾ എന്നില്ലാതാവുന്നോ അതിനുശേഷം ഒരു 4 വർഷത്തിൽ കൂടുതൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല. കാരണം 80% പോളിനേഷൻ, പരാഗണം നടത്തുന്നത് അവരാണ്. അവരെ നമ്മൾ സേവ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ അത് അവര് മേറ്റ് ചെയ്യുന്നതാണ്. ഈ റാണി മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ ആ റാണി കൂട്ടുന്ന പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കും. അത് അട്രാക്ട് ചെയ്തിട്ട് ആ കൂട്ടിലെയും തൊട്ടടുത്ത കൂട്ടിലെയും ആ ഏരിയയിലുള്ള എല്ലാ കരുത്തരായ ആൺതേനീച്ചകളും ഈ റാണിയുടെ പുറകാലെ പോകും. അങ്ങനെ പുറകാലെ പോയിട്ട് ഈ റാണിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 മെയിൽപീസുമായിട്ട് ഈ റാണി മീറ്റിങ്ങിൽ ഏർപ്പെടും. ആ മീറ്റിങ്ങിൽ ഏർപ്പെടുന്നതോട് കൂടെ തന്നെ അവിടെ ആ ആൺ തേനീച്ചകൾ മരിച്ചു വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തേനീച്ച കൂട്ടിൽ കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത്. ഓക്കെ, വരാം. ചോദ്യം ചോദിക്കുന്നുണ്ട്. ചെറുതേനുകളാണ്. നമ്മളിത് വർഷപ്പഴക്കം കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. ചെറുതേന എന്ന് പറഞ്ഞാൽ ഹൈലി മെഡിസിൻ ആണ്. തേനിലെ രാജാവ് എന്നൊക്കെയാണ് ഈ ചെറുതേന അറിയപ്പെടുന്നത്. ഇത് ക്രിസ്റ്റൽ ആകുന്ന ഫോം. 3 കാരണം കൊണ്ടാണ് ഈ തേന് കട്ട പിടിക്കുന്നത്. ഒന്ന് ഈ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോയിൽ വരുന്ന വ്യത്യാസം, ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം, പോളൻസ് പൂമ്പൊടിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടും തേന് കട്ട പിടിക്കും. അതങ്ങനെ നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി മെൽറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നേ ഡബിൾ ബോയിലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വെയിലത്ത് വെക്കുക. അത് പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വരും. ഇത് പിന്നെ തേനിന്റെ കളറിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. പൂവിന്റെ വ്യത്യാസം, ബീസിന്റെ വ്യത്യാസം, കാലാവസ്ഥ, ഏരിയക്കനുസരിച്ച്, അതേപോലെ വർഷപ്പഴക്കം കൊണ്ടും തേന്റെ കളറിൽ വ്യത്യാസം വരും. ഇത് സ്റ്റിംഗ്ലസ് പുതിയതാണ്. ഇത് 6 വർഷം പഴക്കമുണ്ട്. ഓക്കെ,
ബീസ് വാക്സ് അവർ കൂടുണ്ടാക്കുന്നത് ഈ ഒരു വാക്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് അവർ പുറത്തുനിന്നൊന്നും കളക്ട് ചെയ്യുന്നല്ല, അവരുടെ ബോഡിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. നമ്മളിത് കോസ്മെറ്റിക്സ് ഐറ്റംസ്, ഈ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, കാജൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബി വാക്സ് ആയിരിക്കും. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻ്റ് ആണ്. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡാൻസിങ് രീതിയിലൂടെ. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് തിയറി കണ്ടുപിടിച്ച വ്യക്തിയാണ് അദ്ദേഹം. കാൾ ബോൺ ഫിഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓസ്ട്രിയക്കാരനാണ് അദ്ദേഹം. ഇതൊക്കെ അവരുടെ ഓരോ ഡിഫറെൻറ്റ് ഡാൻസസുകളാണ്. ഓരോ വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമാണ് ഈ ടെസ്റ്റർ ബീസ് എന്ന് പറയുന്നത്. അവരാണ് ഈ പൂന്തോട്ടം കണ്ടുപിടിക്കുന്ന ആൾക്കാർ. അവരൊരു പൂന്തോട്ടം കണ്ടുപിടിച്ച് അവിടുന്ന് തേന് കഴിച്ചാലും അവർ കുറച്ച് സമയം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ തിരിച്ചു കൂട്ടിനുള്ളിലേക്ക് പോകുന്നുള്ളൂ. എന്നിട്ട് അവർ അവിടെ എത്തിയിട്ട് ഈ സൂര്യന് ലംബമായിട്ട് പറയും. ഈ ഓരോ വേവ്സ് കാണിക്കുന്നത് 110 മീറ്റർ ആണ്. അതായത് ഒരു എസ് ഷേപ്പ് 110 മീറ്റർ. അങ്ങനെ എത്ര എസ് ഷേപ്പ് ഉണ്ടോ അതാണ് ഈ പൂന്തോട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം എന്ന് പറയുന്നത്. ഇതിനെ ഫ്രാഗിൾ ഡാൻസ് എന്നാണ് അറിയപ്പെടുക. ആ 110 മീറ്ററിന് താഴെയാണെങ്കിൽ ഈ ഒരു ആംഗിളിലായിരിക്കും അവർ ഡാൻസ് ചെയ്യാം. ഇതിന് എയ്റ്റ് ഡാൻസ് എന്നാണ് പറയാ. അവരുടെ കൂടിന് ചുറ്റുമാണെങ്കിൽ ഈ ഒരു ആംഗിളിലായിരിക്കും അവർ ഡാൻസ് ചെയ്യുക. ഇതിന് റൗണ്ട് ഡാൻസ് എന്നാണ് പറയാ. അതിലും തന്നെ ഇപ്പൊ അവർക്ക് അവിടുന്ന് കൂടുതലായിട്ട് തേന് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചിറക് വൈബ്രേറ്റ് ചെയ്യും. കുറഞ്ഞ രീതിയിൽ അവിടെ തേനുള്ളൂ എങ്കിൽ കുറഞ്ഞ രീതിയിൽ ചിറക് വൈബ്രേറ്റ് ചെയ്തിട്ട് ഇൻഫോം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കളക്ട് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് സ്പോട്ടിൽ നിന്ന് ഹണി കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ശ്രദ്ധിക്കണം. ഇത് തേൻ ശേഖരിക്കാൻ പോകുമ്പോഴുന്ന ഒരു സ്യൂട്ടാണ്. ഈ ഡോർസാറ്റ ഫ്ലോറിയ എന്ന് പറയുന്ന ബീസുകൾ കുറച്ച് ഡേഞ്ചർ ആണ്. അവർ ഒരേ സമയം ഒരു 3 എണ്ണത്തിൽ കൂടുതലൊക്കെ നമ്മളെ കുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മരണം വരെ സംഭവിക്കും. അതുപോലെ തന്നെ ഏതൊരു ബീ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് തന്നെ ആ ബീ മരിച്ചു വീഴുന്നുണ്ട്. അവിടെ നെർവിൽ നിന്നുള്ള ഒരു കൊമ്പുകൊണ്ടാണ് നമ്മളെ കുത്തുന്ന സമയത്ത് ആ കൊമ്പ് വളഞ്ഞു പോകും. തിരിച്ചതിനെ എടുക്കാൻ പറ്റില്ല. അത് സർവ്വശക്തി എടുത്ത് വലിക്കുന്ന സമയത്ത് ആ ഒരു നെർവ് പൊട്ടുകയും ചെയ്യും, അത് മരിക്കുകയും ചെയ്യും. അപ്പൊ അത് രണ്ടും ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാം. പിന്നെ അത് സ്മോക്കർ ആണ്. ചില ആളുകളുടെ കൂടെ കത്തിച്ചിട്ട് തേനെടുക്കുന്നത്. കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഇട്ട് പുകച്ചാൽ മതി. ഇനി ഫാമേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അവരെന്താവും, ചിലത് പാറിപ്പോവും, ചിലത് മയങ്ങി വിടും. ആ സമയത്ത് നമുക്ക് തന്നെ പോയിട്ട് ഹണി കളക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബീസിന്റെ കൂട് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്ട്രാക്ട് മെഷീൻസ്. ഹണി സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെഷീനിൽ വെച്ചിട്ടാണ്. ഇത് ഇറ്റാലിയൻ ബീസിന്റെ കൂടാണ്. മെല്ലിഫറ എന്ന് പറയുന്ന ഇറ്റാലിയൻ ബീസിന്റെ കൂടുകളാണ്. പിന്നെ ഇതൊക്കെയാണ് അവരുടെ ബൈ പ്രൊഡക്റ്റുകൾ. ഹണിയാ നമുക്ക് കഴിക്കാം. കോമ്പ് ജസ്റ്റ് ചുയിങ്കം പോലെ ചവച്ച് തുപ്പാം. ബീ പോളൻ അത് പൂമ്പൊടിയാണ്. റോയൽ ജെല്ലി ഇതാണ് റാണി കഴിക്കുന്ന ഒരു സൂപ്പർ ഫുഡ്. ജനിച്ചു കഴിഞ്ഞാലുള്ള പെൺ തേനീച്ചകളുടെ ഹെഡിൽ നിന്ന് ത്രോട്ടിലോട്ട് മെൽറ്റായി വരുന്ന ഒരു വൈറ്റ് മിൽക്കാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. റാണി ആ ഒരു ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതിനെക്കൊണ്ടാണ് റാണിക്ക് എല്ലാ സ്പെഷ്യാലിറ്റികളും കിട്ടുന്നത്. ഇപ്പൊ ബാക്കിയുള്ള ബീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ബീ വലുതാണ്, കാണാൻ ഭംഗി അതിനാണ്. അപ്പൊ അതിന്റെ ആയുസ് നോർമൽ ഈച്ച 120 to 140 ഡേയ്സ് വരെ ജീവിക്കുന്നുള്ളൂ. പക്ഷെ റാണി ഈച്ച 3 to 5 years ജീവിക്കുന്നുണ്ട്. ഡെയിലി അത് 1000 മുതൽ 2500ഓളം മുട്ടകൾ ഓടുന്നുണ്ട്. ഇത് ഡെയിലി ഒരു 1/2 ഗ്രാം വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ യുവത്വം നശിക്കൂല എന്നാണ്. അതേപോലെ ക്രോണിക് ഡിസീസസ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലംസ്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക്, സെക്ഷൽ റിലേറ്റഡ് പ്രോബ്ലംസിനൊക്കെ ബെസ്റ്റാണ് ഈ റോയൽ ജെല്ലി. സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ റോയൽ ജെല്ലി. പക്ഷെങ്കിൽ ഇത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, അതേപോലെ ആസ്മ, അലർജി പേഷ്യൻസ് കഴിക്കാൻ പാടില്ല. ബീസ് വാക്സ് പിന്നെ ഉള്ള കണ്ടു പ്രപ്പോണിസ് ട്രീ, ആ മരത്തിന്റെ തരി കറ അതൊക്കെ വെച്ച് കൂടിന്റെ ഫൗണ്ടേഷൻ വർക്കിന് യൂസ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് എപ്പിറ്റോക്സിൻ, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. തേനീച്ചകളുടെ വെനം ശരീരത്തിൽ കുത്തിയിറക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അലർജി, BP അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓരോ ഏരിയക്ക് അനുസരിച്ച് പൂക്കളുടെ വ്യത്യാസത്തിനനുസരിച്ചൊക്കെ ഹണിയുടെ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ അതിന്റെ ഗുണത്തിലും വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് ഹണികൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വരും സിദർ ഹണിയാണ്. കാശ്മീർ, ഹരിയാന ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ പ്രീമിയം തേനാണ് ഈ സിദർ എന്ന് പറയുന്നത്. ജോജോബ കിട്ടിയിട്ടുണ്ടോ? ജോജോബ ആപ്പിൾ വർഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അത് പൂക്കുന്ന സമയത്ത് അവിടെ ബോക്സ് വെച്ചിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഈ സിദർ. ഷുഗർ ഉള്ള ആൾക്കാർക്ക്, പ്രഗ്നന്റ് ലേഡീസ്, യൂറിൻ ഇൻഫെക്ഷൻ, ലിവർ സിറോസിസിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ഹണി.
കിട്ടും അതൊക്കെ തോന്നുന്നു. വയനാടൻ ഫോറസ്റ്റ് ആണ്. എപ്പിസെറാന എന്ന് പറയുന്ന ഒരു ബീ കളക്ട് ചെയ്യുന്നതാണ്. ക്ഷീണത്തിന്, ഉന്മേഷക്കുറവിന്, ഉറക്കക്കുറവിന്, കുട്ടികൾക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് ചെയ്യുന്നത്. മോദക ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ടൈപ്പ് സാധനം ഉണ്ടാക്കി. യാസിനുണ്ടായി മോദകം. ഇതായ മുഖത്തിന്റെ അതിലെ മോദകത്തിന്റെ തോട്ടത്തില് ബോക്സസ് ഉണ്ടാക്കണം. അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ബോക്സ് വെക്കും, കമേഴ്സ് ബോക്സ് വെക്കും. അപ്പൊ ആ ഒരു പൂവിന്റെ തേന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ്. ഡൊർസാറ്റ എന്ന് പറയുന്ന ഡേഞ്ചർ ബീയുടെ തേനാണ്. വെയിറ്റ് ലോസിന്, വെയിറ്റ് ഗെയിനിന്, അതേപോലെ എല്ലാം മെഡിസിൻ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേനാണ്. ഇപ്പം അവര് വന്നാലൊന്ന് അറ്റാക്ക് ഒന്നും ചെയ്യാണ്ടെന്നാൽ മതി. നമ്മൾ അവരെ അറ്റാക്ക് ചെയ്താലേ അവര് തിരിച്ച് അറ്റാക്ക് ചെയ്യുള്ളൂ. ഹണിയാണ് മസ്റ്റേർഡിന്റെ. കടുക് പൂക്കുന്ന സമയത്ത് കളക്ട് ചെയ്യുന്നതാണ്. വാദസംബന്ധമായ അസുഖത്തിന്, വെരിക്കോസ് വെയിന്, ജോയിന്റ് പെയിൻ ഇഷ്യൂസിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ഹണി. ഇത് ഗാർലിക് ഹണിയാണ്. ഇത് കളക്ട് ചെയ്യുന്നതല്ല, നമ്മൾ ഇട്ട് വെക്കുന്നതാണ്. ബാഡ് കൊളസ്ട്രോള്, ഹാർട്ട് പ്രോബ്ലംസിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ഹണി. കളക്ട് ചെയ്യുന്നതാണ്. ബ്യൂട്ടി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് വാങ്ങുന്ന എനിക്ക് ശരിക്കും ലിച്ചിന്റെ പൂവിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. പാല് പൊട്ടുന്നതിന്, ഡ്രൈ സ്കിന്നിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വാസ്ലൈൻ ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതിൽ പെട്രോളിയം ജെല്ലിയാണ്. പക്ഷെ ഇതിൽ നാച്ചുറൽ വാക്സ് ആണ്. കേടില്ല ഉപയോഗിക്കുന്നതിന് ഒരു മെഴുക് കണ്ടില്ലേ? ഒരു സ്മെല്ലുണ്ടല്ലോ. ലെമൺ ഗ്രാസ്, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഇതാണ് റോയൽ ചെല്ലി. എന്താക്കണം, റോയൽ ഹണി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. റോയൽ ഹണി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് 20 ഗ്രാമാണ് ഒരു മാസം നമുക്ക് കഴിക്കാനുള്ള അളവ്. 20 ഗ്രാം എന്താക്കണം, സിദർ ഹണിയിൽ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത സിദർ ഹണിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് റോയൽ ഹണി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 10 ഗ്രാം മാത്രമേ കഴിക്കാനും പാടുള്ളൂ. ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 10 ഗ്രാം. ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യും. ടേസ്റ്റ് ആണ്.